ഈ നാഷണൽ ഹൈവേ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലയിൽ 2 സ്ഥലത്താണ് എലിവേറ്റഡ് ഹൈവേ നിർദ്ദേശിച്ചിരുന്നത്. അതിലൊന്ന് കായംകുളവും ഒന്ന് അരൂരുമാണ്, തുറവൂർ. അപ്പോൾ ഈ കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾക്കായിട്ട് ഇതിൻ്റെ കോൺട്രാക്ടർ മുനിസിപ്പാലിറ്റിയെ സമീപിക്കുകയും മുനിസിപ്പാലിറ്റി അവരെ കാണാൻ സമയം കൊടുത്തില്ല എന്നാണ് അതിൻ്റെ ആക്ഷൻ കൗൺസിലുകാർ അന്നൊരു പരാതി പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് കൺജക്ഷൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതുമായ നമ്മുടെ നാഷണൽ ഹൈവേ ആണല്ലോ. ബസ് സ്റ്റാൻഡ് മുതൽ പിന്നെ കോളേജ് MSN കോളേജ് വരെയുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാൻ എവിടെയാണ് അതിന് പാളിച്ച പറ്റിയതെന്ന് പറയാൻ പറ്റും? അങ്ങനെ നഗരസഭയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വന്നു. അത് നഗരസഭ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള ആരോപണം അത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ നമ്മുടെ നഗരത്തിൻ്റെ ഒരു താല്പര്യത്തിന്, ജനങ്ങളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി തീർച്ചയായും നഗരസഭയിലേക്ക് വന്നാൽ അവരെ 2 കൈ നീട്ടി സ്വീകരിച്ച് അവരോടൊപ്പം നിന്ന് ജനങ്ങളുടെ താല്പര്യങ്ങൾ കൊണ്ട് നിലപാടെടുക്കുന്ന നഗരസഭയാണ്. അത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ മണ്ണുട്ട് ഉയർത്തി അങ്ങനെ വരുന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ ഒട്ടേറെ അപാകതകൾ ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ ആണ് നല്ലതെന്നുള്ള ഈ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. കായംകുളത്ത് വളരെ നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരരംഗത്തേക്ക് വരികയും അങ്ങനെ അതായത് പില്ലർ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഉള്ള മുറവിളി കായംകുളത്ത് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയാണ് അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. അവർക്ക് അങ്ങനെ തോന്നിയ ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പൊതു താല്പര്യം മുൻനിർത്തി അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് മുന്നോട്ട് വരാം. ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അങ്ങനെ ഈ പുതിയ നഗരസഭ മുന്നോട്ട് വന്നാൽ അങ്ങയുടെ പാർട്ടിയും പിന്തുണയ്ക്കും? പുതിയ നഗരസഭയെന്നോ പഴയ നഗരസഭയെന്നോ അതിനകത്ത് കാര്യമില്ല. ജനങ്ങളുടെ താല്പര്യങ്ങളാണ് എപ്പോഴും പ്രാധാന്യം. ആ പ്രാധാന്യത്തോടൊപ്പം ജനപ്രതിനിധികൾ നിൽക്കുക, നഗരസഭ നിൽക്കുക, അത് പിന്നെ നിയമസഭാ സാമാജികരായിരുന്നാലും പാർലമെൻറ്റ് അംഗങ്ങളും എല്ലാം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ അഭികാമ്യം. അതിനപ്പുറം ആർക്കും നിൽക്കാൻ കഴിയില്ല. അതെല്ലാം അങ്ങനെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ കുറേ നാളായി നടക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അതിനകത്ത് ഉള്ളത്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. അങ്ങനെ നഗരസഭ എതിരാണ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ജനപ്രതിനിധികൾ എതിരാണ് എന്നുള്ളൊരു ദുർവ്യാഖ്യാനമാണ് അതിന് ഇതുവരെ സംഭവിച്ചത്.